ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ജമനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി, നിനക്ക് ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് താല്പര്യമില്ലേ? നീ പറ, ഞാൻ പറയുന്നത് നീ അനുസരിക്കുള്ളെന്ന് എനിക്കറിയാം ശ്രുതി. പക്ഷേ എന്നാലും നീ ഇവരുടെ മുന്നിൽ വെച്ച് പറയണം. പറ ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ, എന്തിനാ ചന്ദ്ര നീ അവനെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അവന് ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല. നീയാണല്ലോ ഇങ്ങനെ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഒരു ഭാര്യയും ഭർത്താവിനും നീ എന്തിനെ പിരിപ്പിക്കാൻ നോക്കുന്നത് ചന്ദ്ര എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് രവിയേട്ടനൊന്നും മിണ്ടാതിരിക്കേ. ആ കള്ളി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വേണ്ട, അതാണ് നല്ലത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാവോ അമ്മേ? എന്തിനാ അമ്മ എന്നെ ഇനിയും വേദനിപ്പിക്കുന്നത്? ഞാൻ ആകെ തകർന്നൊരവസ്ഥയിലാണ്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? എന്നോട് ചോദിക്കാതെ അമ്മയോട് ആര് പറഞ്ഞു വക്കീലിനെ കാണാനായിട്ട് പോകാൻ? ഞാൻ പറഞ്ഞു അമ്മയോട് വക്കീലിനെ കാണാനായിട്ട്. മോനെ അത് പിന്നെ വേണ്ട, അമ്മ ഒന്നും പറയണ്ട. ഇനിയും എന്നിട്ട് വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ ഞാൻ മനസ്സ് നൊന്ത് തകർന്നൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ദയവ് ചെയ്ത് ഞാൻ അമ്മയുടെ കാല് പിടിക്കാം, ദയവ് ചെയ്ത് എന്നെ വേദനിപ്പിക്കാനായിട്ട് വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് കയറി പോവാണ്. അപ്പോൾ ശ്രുതിയുടെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ, മതിയായില്ലേ ചന്ദ്ര, നിനക്ക് മതിയായില്ലേ? അതേ, വക്കീലിനെ കാണാൻ പോകുമ്പോഴേ നീ അവൻ്റെ അനുവാദമായിരുന്നു ചോദിക്കേണ്ടത്. നീ നിൻ്റെ മകൻ്റെ ജീവിതം ആക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ നീ അല്ല വിചാരിക്കേണ്ടത്, ശ്രുതി വിചാരിക്കണം. അത് നീ ഒന്ന് മനസ്സിലാക്കി ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ, ഇല്ല എന്തൊക്കെ വന്നാലും എൻ്റെ മകനെയും അവളെയും ഞാൻ വേർപിരിക്കും എന്ന് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ചന്ദ്ര. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ റെക്കോർഡിങ്ങിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സീൻ കാണുകയാണ്. അപ്പോൾ ഗർഭിണി പെണ്ണ. അപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് അത് ചെയ്യാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പ്രസവത്തോടടുത്തു. അപ്പോൾ ആ ഒരു കരച്ചിലും വേദനയാണ് നമ്മുടെ വർഷ അവരുടെ ഡബ് ചെയ്യേണ്ടത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും, എന്താ വർഷ എന്ത് പറ്റി എന്ന് അവിടുത്തെ ആ സാറ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാർ എനിക്കിത് പറ്റില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കിത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ലെന്ന്? നേരത്തെ ഞാൻ ഇതേപോലെ ഒരു ഡെലിവറി സീൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല സാറേ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. സാറ് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ശരി, ഇത് വർഷയുടെ ക്യാരക്ടർ അല്ലേ, അപ്പോൾ പിന്നെ വേറെ ആരുടെ സൗണ്ട് വെച്ച് എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും? അത് വർഷ തന്നെയല്ലേ ചെയ്യേണ്ടത്. സാറേ, എനിക്ക് ഈ സീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. വർഷേ, എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വർഷയുടെ വെറും തോന്നലാ, ഇത് വെറും സീരിയലല്ലേ, അതുകൊണ്ട് എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? വർഷ എന്ന് പോയി ഡബ് ചെയ്തണ്ടേ? സാർ എനിക്ക് പറ്റില്ലെങ്കിൽ വർഷേ, ഇത് വർഷയുടെ ജോലി തന്നെ ബാധിക്കും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയാണെങ്കിൽ രണ്ടും കളിപ്പിച്ച് നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗർഭിണി പെണ്ണുങ്ങൾ എങ്ങനെയാണോ കരയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വർഷ മനസ്സുരുകി ഇങ്ങനെ കരയാ. അപ്പോൾ ഈ ഡയറക്ടറാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വർഷേ കാലയ്ക്ക് വർഷേ എന്ന് പറയാണ്. വർഷ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് നേരെ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ ഡയറക്ടർ വിളിച്ചെങ്കിലും വർഷം നിൽക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ വർഷം നേരെ വീട്ടിലേക്ക് വരിക. ശ്രീകാന്തിൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ കിടക്കുകയും ചെയ്യാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കണം, വർഷേ എന്തു പറ്റി വർഷേ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, എനിക്ക് ഒട്ടും പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് കിടന്ന് ആകെ പിടച്ചു ശ്രീകാന്ത് എന്ന് പറയണം. അയ്യോ, എന്തു പറ്റി? എന്ത് കാഴ്ച കണ്ടപ്പോൾ? നീ എന്തൊക്കെയാ വർഷ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ആ സീരിയലിലെ പെണ്ണില്ലേ, പ്രസവിക്കാൻ കിടക്കുക, അത് ഡബ് ചെയ്തത് ഞാനാ. അത് ഡബ് ചെയ്തപ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതെ ഉരുക്കി ശ്രീകാന്തെ, എനിക്കത് സഹിക്കാൻ പോലും പറ്റിയില്ല. ഇത് കേട്ട് ശ്രീകാന്ത് കിടന്നങ്ങോട്ട് ചിരിക്കുകയാണ്. ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇതാണോ കാര്യം? ഇതിനു വേണ്ടിയാണോ നീ ഇങ്ങനെ കിടന്ന് പേടിച്ചത്? ശ്രീകാന്തിന് അങ്ങനെയൊക്കെ പറയാം. ഞാൻ ആ ഡയറക്ടറോട് പറഞ്ഞതാ ഈ ഒരു സീൻ ചെയ്യില്ല എന്ന്. എന്നിട്ട് ആ ഡയറക്ടറാണെങ്കിൽ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഞാനത് എത്ര പാടുപെട്ട് ചെയ്തെന്നറിയാവോ? അല്ല, എന്തിനാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വേദന അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, സീരിയൽ ഇത്രയും വേദന അനുഭവിച്ച് അഭിനയിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും? യഥാർത്ഥത്തിൽ ശരിക്കും വേദന ആയിരിക്കില്ലേ? അയ്യോ, എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു ശ്രീകാന്തേ. ഞാനിപ്പോൾ തന്നെ പറഞ്ഞ കേട്ടോ, ഞാൻ പ്രസവിക്കേയില്ല, എനിക്ക് പ്രസവിക്കേണ്ട ഒരു കാര്യമില്ല. അത് ശരി,
ഞാൻ ശ്രീകാന്തിനോട് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പ്രസവിക്കില്ല എന്ന്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. അല്ല, എന്തിനാണെന്നേ ഈ പെണ്ണുങ്ങളെല്ലാം പ്രസവിച്ച് ഇങ്ങനെ ഒരു കുഞ്ഞിനുണ്ടാക്കി കൊടുക്കേണ്ടത്? നമ്മുടെ ശരീരം വേദനിപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് ഏതായാലും പറ്റില്ല. പക്ഷേ പക്ഷെ ഒരു കാര്യമുണ്ട് വർഷേ, നിനക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വരില്ല. വന്നാൽ വരും, എനിക്കറിയാൻ വരുമെന്ന്. നിനക്കറിയാമെന്ന് വരുമെന്ന്? എന്ത് വരുമെന്ന്? അതേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ആ ഒരു കാര്യം. അതൊക്കെ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വർഷ പറയണ, ഓ മൈ ഗോഡ്, ഇനി ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഉറപ്പായിട്ടും നീയും പ്രഗ്നൻ്റ് ആവും. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഞാൻ പ്രഗ്നൻ്റ് ആവില്ല. ആകുന്നേ ദൈവമേ, അങ്ങനെ ഇനി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീയേ ആ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു പൊന്നോമനെ എൻ്റെ കയ്യിലേക്ക് തരും. ഞാനതിനെ താരാട്ട് പാട്ടി ഉറക്കുകയും ചെയ്യും. ശ്രീകാന്തേ, എൻ്റെ വാലികണ വല്ലതും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ദൈവം, എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഒരു സമാധാനമില്ലല്ലോ. ഇവനെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നീ എൻ്റെ അടുത്ത് പോലും വന്നു പോരുത്. ഇനി അടുത്ത് വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. പക്ഷേ സംഭവിക്കാനുള്ളത് മുഴുവനും സംഭവിച്ചു വർഷേ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുക വർഷയോട്. ഇതൊക്കെ കേട്ട് വർഷ പേടിച്ച് വിറച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് പിന്നീട് കാണിക്കുന്നത്. നമ്മുടെ സുധിയും ഈ സച്ചിയൊക്കെ ഇരുന്ന് മദ്യപിക്കുക. ആ സമയത്താണ് ശ്രീകാന്ത് കയറി വരുന്നത്. ആഹാ, രണ്ടുപേരും തുടങ്ങിയത് എന്താ സുധിയേട്ടാ? സുധിയേട്ടനെ മദ്യം കാണുന്നത് പോലും കലിയാണല്ലോ. ഞങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയേട്ടൻ അപ്പം തന്നെ അമ്മയോടത്തൂടെ പാര വെക്കുമല്ലോ. ഇപ്പം എന്താ സുധിയേട്ടനിരുന്ന് കുടിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, ഞാനേ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്ത് കാര്യം? അല്ല, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി, അതിൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ? ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോടാ എന്ന് സച്ചിയും പറയണം. ഞങ്ങൾക്ക് സന്തോഷമോ? നിന്റെ ജീവിതം ഇങ്ങനെയായി പോയതിനാ? അല്ല, ഇപ്പം കണ്ടില്ലേ, അമ്മ പറയുക അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യണമെന്ന്. അതിനോട് നിങ്ങൾക്ക് എന്താണ് യോജിപ്പ്? അല്ല, ഞാനെന്ത് പറയാനാ അതില്? അമ്മ പറയുന്നല്ലേ നീ അനുസരിക്കുള്ളൂ. എനിക്ക് രണ്ടുപേരെയും വേണം. എൻ്റെ ഭാര്യയെയും വേണം, എൻ്റെ അമ്മയെ എനിക്ക് വേണം. പക്ഷേ നിനക്ക് അങ്ങനെയല്ലല്ലോ. നിനക്ക് അമ്മയെ തീരെ ഇഷ്ടമല്ല. നീ നിന്റെ ഭാര്യയുടെ സപ്പോർട്ടല്ലേ നിൽക്കുന്നത്. നിന്നോട് ആരാടാ പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ലെന്ന്? എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്തേ ഞാൻ നിൽക്കുള്ളൂ. എങ്കിൽ പറ സച്ചി, ഇതിൽ ആരുടെ ഭാഗത്തെയാ ന്യായം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ ഇതല്ല, ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം ആരുടെ ഭാഗത്താന്ന്. അമ്മ പറയുന്നതിലും ന്യായമുണ്ട്. പിന്നെ ശ്രുതി ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തു, പക്ഷേ അതിലും ഒരു ന്യായമുണ്ട്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് കുടിച്ച് നിനക്ക് വെളിവില്ലാതെ ആയോ എന്ന് സച്ചിയും ശ്രീകാന്തൊക്കെ ചോദിക്കുകയാണ്. സുധിയേട്ടൻ എന്തൊക്കെയാ സുധിയേട്ട പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അമ്മ എന്നോട് അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിലെന്തൊക്കെയോ ന്യായമുണ്ടല്ലോ. ശ്രുതി എന്നോട് കള്ളത്തരം പറഞ്ഞു, അപ്പോൾ അതിലും ന്യായമില്ലേ? പക്ഷേ അമ്മ പറഞ്ഞതിലാണ് കൂടുതൽ ന്യായം. അമ്മ പറയാ ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യണമെന്ന്. അപ്പോൾ അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യണ്ടേ? അവൾ എന്നെ ചതിച്ചില്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രുതി വായെ തോന്നി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാണ്. എൻ്റെ പൊന്നോ, ഇവൻ്റെ ശരിക്കുള്ള റിലേ പോയിട്ടോ, അങ്ങോട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് നിൽക്കുന്നു, ഇവൻ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറയാം. എൻ്റെ മാനസികാവസ്ഥ നിനക്കൊന്നും മനസ്സിലാവില്ലടാ, എനിക്കതിലറിയാം എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ലെന്ന്. പക്ഷേ ശ്രുതി എന്നെ ചതിച്ചു, എൻ്റെ ദൈവമേ, ശ്രുതി എന്നെ ചതിച്ചു, എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ കരയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നേരെ ഭാമയെ കാണാനായിട്ട് ചെല്ലിക്കുകയാണ്. നീയോ ശ്രുതി, എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അതേ ഞാൻ ആൻറ്റിയോട് താങ്ക്സ് പറയാൻ വേണ്ടിയാണ് വന്നത്. താങ്ക്സ് പറയാനോ? എന്ത്? അല്ല, പിന്നെ ആൻറ്റി എന്നോട് ആൻറ്റി ഭാമാൻറ്റിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ, അതിനു വേണ്ടി. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ശ്രുതിയെ ഷോറൂമിൽ പോയി കണ്ടു. അപ്പോൾ ശ്രുതി അറിയാതെയാണ് ആൻറ്റി ഡിവോഴ്സിന് വേണ്ടി പോയത്. ശ്രുതിയോട് ഒരു കാര്യം പോലും ചോദിച്ചില്ലായിരുന്നു. പക്ഷേ അവർക്കാണ് ഞങ്ങളെ പിരിപ്പിക്കാൻ വേണ്ടി ഒറ്റ തീരുമാനം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി, ഇനി എന്ത് ചെയ്യാനാ ശ്രുതിയുടെ പ്ലാൻ? പക്ഷേ ഡിവോഴ്സ് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ലെന്നേ. ശ്രുതി വിചാരിക്കണം, ഞാനും വിചാരിക്കണം ഡിവോഴ്സ് നടക്കണമെങ്കിൽ. അല്ലാതെ ആൻറ്റി വിചാരിച്ചാലൊന്നും കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഭാവാൻറ്റി. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും വേറെ പിരിച്ച് അടങ്ങോളൊന്നും പറഞ്ഞോട് നടക്കുകയാണ്. ശ്രുതി, നീ ഇവിടെ വരുന്നുണ്ടെന്ന് നിന്റെ അമ്മായിയമ്മ വല്ല അറിഞ്ഞു കഴിഞ്ഞാലേ ചന്ദ്രയുടെ സ്വഭാവം നിനക്ക് അറിയാലോ, പണി പാളും.
അപ്പം ഇങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം ദേ ഓട്ടോറിക്ഷ വന്ന് നമ്മുടെ ചന്ദ്ര ഇറങ്ങുക. ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭാമ പേടിച്ചു. ഇതേ ചന്ദ്രയാണല്ലോ വരുന്നത്. ദേ ശ്രുതി നീ ഇവിടെ ഇരിക്കണ്ട, പെട്ടെന്ന് പോയി ആ റൂമിൽ പോയി കയറി ഒളിച്ചിരുന്നു, അല്ലെങ്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പൊളിച്ചെടുക്കും, എന്നെയും പൊളിച്ചെടുക്കും. അതുകൊണ്ട് നീ പോയി കയറിയിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ആ റൂമിൽ കയറിയിരിക്കുക. അപ്പോൾ ചന്ദ്ര വരികയാണ്. ചന്ദ്രേ. അതെ ഭാമേ, നീ ശ്രുതിയെ കണ്ടിരുന്നോ? ഞാൻ കാണാനോ? എന്തിന്? നീ ശ്രുതിയെ കണ്ടിരുന്നോന്ന് ചോദിച്ചത്. ഓ, അവളെ കാണാതിരിക്കാൻ ഞാൻ എന്തിന്? അവൾക്കിട്ട് 2 കൊടുക്കാനായിട്ട്. എന്ത് വലിയ ചതിയാണ് അവൾ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ കൊടുക്കണ്ടേ? ഇടഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പം നീ കണ്ടില്ലെന്നാണ് പറയുന്നത്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവളെ കണ്ടു കിട്ടിയാലുള്ള ശരിയാക്കി ഞാൻ. പക്ഷേ ഞാനും നീയും സംസാരിച്ച കാര്യങ്ങളെല്ലാം അവളെങ്ങനെ അറിഞ്ഞു? എന്ത് കാര്യങ്ങൾ? അല്ല, ഞാൻ വക്കീലിനെ പോയി കണ്ട കാര്യങ്ങളെല്ലാം ശ്രുതി എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ശ്രുതി അറിയാനായിട്ട് ഒരു വഴിയില്ലല്ലോ. ഞാൻ നിന്നോട് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശ്രുതി ഇതെല്ലാം അറിഞ്ഞിട്ട് ശ്രുതിയോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം പിന്നെ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ആ വക്കീൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സാധ്യതയുണ്ടോ? അങ്ങനെ സാധ്യതയുള്ളൂ. സത്യമായിട്ട് അങ്ങനെ സാധ്യതയുള്ളൂ. അല്ല, നീ ഇപ്പം എന്തിനാ വന്നത്? എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. ഏതായാലും ശ്രുതിയുമായിട്ടുള്ള വിവാഹ ബന്ധം ഞാൻ വേർപെടുത്തിയിരിക്കും. ശ്രുതിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ എന്നാലും ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവൾ വേണ്ട. ഇത് കേട്ട ശ്രുതിക്ക് കലി വരിക. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം നമുക്ക് റൂമിൽ നിന്ന് പറയാം. എന്തിനാ റൂമിലേക്ക് പോകുന്നത്? അവിടെയാണെങ്കിൽ AC ഉണ്ടല്ലോ. ഇവിടെ ഭയങ്കര ചൂടല്ലേ, നമുക്ക് അവിടെ AC എന്ന് പറയാം. അയ്യോ, റൂമിലേക്ക് പോവണ്ട ചന്ദ്രേ, അതെ AC കേടാ, AC നന്നാക്കിയിട്ടില്ല എന്ന് പറയാണ്. ഓ അതോ, ഇവിടെ ഇരിക്കുക, നീ പറ. എന്നിട്ട് നീയേ ഒരു സ്വാമീജിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അന്നൊരു സ്വാമീജിനെ കുറിച്ച്. ആ സ്വാമീജിനെ ഒന്ന് കാണാൻ പോകണം. എന്തിനാ ആ സ്വാമീജിനെ കാണാനായിട്ട് പോകുന്നത്? അതെ, സ്വാമിജിയുടെ കയ്യിലെ ഈ ഭാര്യയെയും ഭർത്താവിനെയും പിരിക്കുന്ന ഒരു ചരടുണ്ടെന്നാ പറയുന്നത്. ആ ചരട് ശ്രുതിയുടെ കയ്യിൽ ഞാൻ കെട്ടിക്കൊടുക്കും. അങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ശ്രുതിയെ തേടി അവൻ പോകില്ല. അപ്പോൾ അതല്ലേ നല്ലത്? നമുക്ക് ഇപ്പം തന്നെ ഇപ്പം തന്നെ പോകാമെന്ന് പറയണം. അയ്യോ ചന്ദ്ര, ഇപ്പം തന്നെ പോകാനോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം തന്നെ പോയി ആ സ്വാമിജിയെ കണ്ടിട്ട് ആ ചരട് മേടിക്കണം. ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.